ഞങ്ങൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നാളെ വോട്ടെണ്ണൽ സമയത്ത് ഗ്രൗണ്ട് ലെവലിൽ വളരെ ജാഗ്രത പാലിക്കണമെന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റും കൊയിലാണ്ടിയിലെ സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ പറഞ്ഞിരിക്കുന്നത്. ഉദ്യോഗസ്ഥരാരെങ്കിലും ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അവർക്കെതിരെ തീർച്ചയായും പരാതി നൽകുമെന്ന് പറയുന്നു. കോഴിക്കോട് 13-ൽ 13 UDF തൂത്തുവാരുമെന്നാണ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ പറയുന്നത്. ആ വാക്കുകളിലേക്ക്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ ഞങ്ങൾ കൗണ്ടിംഗ് ജനറൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2 റൗണ്ട് ക്ലാസ് അവിടെ കൊടുത്തു. ഇന്ന് ലാസ്റ്റ് റൗണ്ട് ക്ലാസ് കൊടുത്തു. ഞങ്ങൾ പ്രധാനപ്പെട്ട പറഞ്ഞാൽ അതീവ ജാഗ്രത ഇരിക്കുക. 1, ഉദ്യോഗസ്ഥരുടെ ഏകപക്ഷീയമായ നിലപാട് കണ്ടാൽ അത് ചോദ്യം ചെയ്യുക. 3, 17C ഫോറവും ബാലറ്റ് പെട്ടിയിലെ വോട്ട് തമ്മിൽ ഒത്തുനോക്കണം. അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ എണ്ണാൻ അനുവദിക്കരുത്. 4 കാര്യം, ഞങ്ങൾ എല്ലാ ബൂത്തുകളിൽ നിന്നും UDF ലഭിക്കുന്ന വോട്ടുകളുടെ ഏകദേശം കണക്കെടുത്തിട്ടുണ്ട്. അതിൽ കാര്യമായ കുറച്ചിലുണ്ടെങ്കിൽ VVPAT എണ്ണാൻ ആവശ്യപ്പെടുക. ഇത്ര നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്താ സംശയം? ഇത്തവണ ജില്ലയിൽ കോൺഗ്രസിന് MLA അല്ല, MLA മാരുണ്ടാവും. ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് ഈ മുറ്റത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരാൻ പോകുന്ന അസംബ്ലിയിൽ UDFൻ്റെയും കോൺഗ്രസിൻ്റെ ലക്ഷ്യം ജില്ലയിൽ 1, 2, 5, 10 സീറ്റല്ല, 13-ൽ 13. നാളെ വോട്ടെണ്ണുമ്പോൾ 13 out of 13, 13-ൽ 13 UDF ജയിച്ചിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.